പറയുന്ന സമയത്ത് ലളിതമായ ചോദ്യം ഇതാണ്: അത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ? ഇനി നമുക്ക് കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങി വരാം, എരുമേലിയിലേക്ക്. എരുമേലിയിൽ അവിടെ വളരെയധികം വരുമാനവും ആൾവരവും നടവരവും ഒക്കെയുള്ള പള്ളിയുണ്ട്. ആ പള്ളിയിൽ പോകുന്ന ഒരു ഭക്തൻ എന്താ എഴുതി വെച്ചത് കാണുന്നത്? ആരാധനാർഹൻ സർവശക്തനായ ദൈവം മാത്രം, മുഹമ്മദ് നബി ദൈവത്തിൻ്റെ പ്രവാചകനാകുന്നു. വളരെ ലളിതമായ ഒരു വാക്ക്. അതിൽ എഴുതി വെച്ചാൽ നിങ്ങൾ പോയി നോക്കിക്കോളൂ. അല്ലെങ്കിൽ പറഞ്ഞാൽ എന്തെങ്കിലും അസത്യമോ ന്യൂനോക്തിയോ അതിശയോക്തിയോ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. ആരാധനാർഹൻ സർവശക്തനായ ദൈവം മാത്രം. ഒരു വിരോധവും ഇല്ല. സന്തോഷം, ശരിയാ, ഒരു വിരോധവും ഇല്ല. അവിടെ മറ്റൊരു ഉപാസനാ മാർഗത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. കാരണം സർവശക്തനായ ദൈവം ആരാന്നവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ തൊട്ടടുത്ത വാക്യം വായിക്കുക, ആ ദൈവത്തിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് പറയുന്ന സമയത്ത് വ്യക്തമായി ഇസ്ലാമിക വിശ്വാസമനുസരിച്ചുള്ള അല്ലാഹു അല്ലാതെ മറ്റൊരു ദേവതയെ ഉപാസിക്കരുത് എന്നുള്ളതാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ വരി വരില്ല. അതെങ്ങനെയാണ് ഈ ക്ഷേത്രമായിട്ട് കൂട്ടിഘടിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് ക്ഷേത്രോപാസനയുടെ ഭാഗമാകുന്നത്? ഈ ചോദ്യം ചോദിക്കാൻ കഴിയാതെ ആരാണ്ടെങ്കിലും പാടിയ പാട്ടുകളും ആരാണ്ടെങ്കിലും പറഞ്ഞു തന്ന കഥകളും ഏറ്റുപറഞ്ഞുകൊണ്ട് വിവേകരഹിതന്മാരായി ചൂഷണം ചെയ്യപ്പെടുന്നൊരവസ്ഥാവിശേഷം എത്ര കാലം വരെ മുന്നോട്ട് പോകണം? യുക്തിപൂർവം ചിന്തിക്കേണ്ടതാണ്. കാരണം ഇവിടെ രണ്ട് സ്ഥലത്ത്, അപ്പുറത്ത് ധർമ്മശാസ്താവിൻ്റെ സങ്കേതം ഇരിക്കുകയാണ്, എരുമേലി ധർമ്മശാസ്താവിൻ്റെ സങ്കേതം ഇരിക്കുന്നു. ആ ധർമ്മശാസ്താവിൻ്റെ സങ്കേതത്തിൽ പോയി നമസ്കരിക്കുന്നവനും കാണിക്ക അർപ്പിക്കുന്നവനും തന്നെയാണ് ഇപ്പുറത്ത് പോയിട്ട് ഈ നമസ്കരിക്കുകയും കാണിക്ക അർപ്പിക്കുകയും ചെയ്യുന്നത്. ഈ കാണിക്ക ഒന്ന് സർക്കാർ ഏജൻസി കൊണ്ടുപോകും, മറ്റത് മത ഏജൻസി കൊണ്ടുപോകും. ആ മത ഏജൻസി ഒരു തട്ടിപ്പും ഇല്ലാതെ അവരുടെ ആശയം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു തട്ടിപ്പും ഇല്ലാണ്ട് സത്യസന്ധമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ഞങ്ങളുടെ ആദർശം.